നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമുക്ക് സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ 1600 രൂപ വീതം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് കേവലം 2 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ശേഷിക്കുന്നത്. പരമാവധി ഗുണഭോക്താക്കൾ ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും 4 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ചെയ്യാനുള്ളതായിട്ടുണ്ട് പക്ഷേ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലോ ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇതൊരു അവസാന അവസരമാണ്, പിന്നീട് അവസരം ഉണ്ടാകുന്നതല്ല. ഇത് ചെയ്തില്ല എങ്കിൽ അവർക്ക് പെൻഷൻ പിന്നീട് അങ്ങോട്ട് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പോലുള്ള ഒരവസ്ഥ. അതായത് സാധാരണഗതിയിൽ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്ന സമയത്ത് ഇവരുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്നതല്ല, അല്ലെങ്കിൽ ഇവരുടെ വീടുകളിലേക്ക് സഹായം എത്തുന്നതല്ല. കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ് ആണെങ്കിൽ പോലും അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് ജീവനക്കാരെത്തി ചെയ്യുന്ന രീതി വരെയുണ്ട്. അപ്പോൾ 3 മാസത്തോളം സർക്കാർ ഇതിനുവേണ്ടി സമയം അനുവദിച്ചിരുന്നു. ഈ ബുധനാഴ്ച ഇത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ സെപ്റ്റംബർ 10 മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. പെൻഷൻ മസ്റ്ററിങ് ചെയ്തവരാണെങ്കിൽ സേവനയുടെ സൈറ്റിൽ അവരവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് അറിയാൻ സാധിക്കും. ഈ മസ്റ്റർ ചെയ്ത തീയതി ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഈ മാസം മുതൽ സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ 2026 ഏപ്രിൽ മെയ് മാസം വരെയൊക്കെ ഇനി തടസ്സമില്ലാതെ ലഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളൊന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവർ നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ എല്ലാം കൂടി സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങൾ അവരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഓണാവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വീണ്ടും ഇനിയിപ്പോൾ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ പറയുന്നതും അതോടൊപ്പം തന്നെ വീണ്ടും പുനഃപരീക്ഷയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ ഇവർക്ക് വേണ്ടി നടത്തേണ്ട സമയമാണ്. എന്നാൽ ഇത് കൂടാതെ നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക്, അതും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിൽ ഉൾപ്പെടുന്നവർക്കാണ് മാർഗ്ഗദീപം സ്കോളർഷിപ്പ്. 1500 രൂപയാണ് പ്രതിവർഷ സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത്. അതിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണിത്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ 1500 രൂപയുടെ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ വെക്കാം. 1ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ വയ്ക്കുമ്പോൾ അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർക്ക് മുൻഗണന നൽകും. എന്നാൽ 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ അപേക്ഷ വെക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുക. അതുമാത്രമല്ല, ആകെ സ്കോളർഷിപ്പിൻ്റെ 30% പെൺകുട്ടികൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസം 12ാം തീയതി വരെയാണ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുള്ളത്. അപേക്ഷകൾ നമ്മൾ അപേക്ഷാ ഫോമെല്ലാം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം, അതായത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്, അതോടൊപ്പം തന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖയും അതോടൊപ്പം തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് ലിസ്റ്റിൻ്റെ പകർപ്പ്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഈ അവസരം പാഴാക്കാതിരിക്കുക. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. പിന്നീട് അവിടുന്ന് വെരിഫിക്കേഷൻ ചെയ്യണം. അതിനുശേഷം അന്തിമ ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് സർക്കാരാണ്. വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും പേരിലുള്ള ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കോ വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ഈ തുക ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാവിൻ്റെ പേരിൽ മാത്രമുള്ള അക്കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ധനസഹായം ലഭിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടാകും. മറ്റ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾക്ക് അതോടൊപ്പം തന്നെ മുതിർന്നവർക്കും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി, അതും ഒറ്റയ്ക്കുള്ള സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി ചെറിയ സഹായം, ഈടില്ലാതെ ലോൺ ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കെസ്റു എന്ന് പറയുന്ന ഒരു പദ്ധതി. 1 ലക്ഷം രൂപയാണ് വായ്പ ലഭിക്കുന്നത്. ഇതിൽ 20% തുക അല്ലെങ്കിൽ പരമാവധി 20,000 രൂപ വരെയൊക്കെ സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ ഒന്നും തന്നെ ഹാജരാക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ വിജയസാധ്യതയുള്ള പ്രോജക്റ്റിന് സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക സഹായം ബാങ്ക് വഴിയാണ് നമുക്ക് ലോൺ സാങ്ഷൻ ആവുന്നത്. ബാങ്ക് നിശ്ചയിക്കുന്ന പലിശ നിരക്കും അടയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക റെക്കമെൻഡേഷൻ ഉണ്ടാകും, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഉണ്ടാകും. 20,000 രൂപയോളം സർക്കാർ സബ്സിഡി നൽകുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡൊക്കെ എടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. ബിരുദ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് മുൻഗണന കൂടി നൽകുന്നുണ്ട്. വിജയസാധ്യതയുള്ള ഏത് പ്രോജക്റ്റിനും സർക്കാരിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. മറ്റ് വിശദ വിവരങ്ങൾക്ക് സമയമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കെസ്റു എന്നാണ് സ്കീമിൻ്റെ പേര്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.